are painful when it happens, but years later, mistakes called experience leads us to success. A pleasant morning to all. I, Alina Azi, along with class 10A, is going to conduct today's assembly. I welcome you all to our assembly. Prayer is when you talk to God. Meditation is when you listen to God. So, I welcome Arya Satish for the prayer song. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. There is only one God. There is only one King. There is only one body. That is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. Now, I invite Mindo P. James for sharing about his thoughts on the education and this COVID-19 crisis. മാന്യ സദസ്യന് നമസ്കാരം. COVID-19 എന്ന മഹാമാരിക്കെതിരെ ലോകം മുഴുവൻ കൈകോർക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സമാനതകളില്ലാത്ത പരിശ്രമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ നൂതന അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓൺലൈൻ ക്ലാസുകൾ ഈ മഹാമാരിക്കെതിരെയുള്ള ഒന്നാമത്തെ അതിജീവനമായി ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ്. മനുഷ്യ പുരോഗതിയുടെ ആധാരശിലയായ വിജ്ഞാനം വിരൽത്തുമ്പിലെത്തിക്കുന്ന വിവര സാങ്കേതിക വിദ്യ നമ്മുടെ വിശിഷ്ടമായ ഒരു വരദാനം തന്നെയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയും ശേഖരണ മികവുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്ന് മനുഷ്യന് കരഗതമാണ്. ലോകത്തെ ആഗോള ഗ്രാമമായി മാറ്റുന്നതിൽ വിവര സാങ്കേതിക വിദ്യ വഹിക്കുന്ന പങ്ക് അതുല്യമത്രേ. കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ക്ലാസുകളും പഠന പ്രവർത്തനങ്ങളും സംയോജിതമായി നൽകുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും വലിയ കയ്യടിയോടെയാണ് അതിനെ വരവേൽക്കുന്നത്. എന്നിരുന്നാലും ഈ മഹാമാരിയുടെ ദുരന്ത മുഖങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് ഇന്ന് ആളുകൾ. ഈ കോവിഡ് കാലം ചില കുട്ടികളെയെങ്കിലും മാനസിക സംഘർഷമുണ്ടാക്കുകയും ജീവിതത്തോട് തന്നെ പിണങ്ങി പിരിയുവാൻ ഇടവരുത്തുകയും ചെയ്യുന്നു എന്നത് നിസ്തർക്കമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറെ തകർക്കപ്പെടുന്നു. പരീക്ഷകളും ഫലപ്രഖ്യാപനവും വലിയ വെല്ലുവിളിയായി മാറുന്നു. തന്മൂലം തുടർ പഠനവും തൊഴിൽ സാധ്യതകളും നഷ്ടപ്പെടുന്നു. കുട്ടികളുടെ പ്രയത്നശേഷിയും ചിന്താശക്തിയും ബുദ്ധിവികാസവും ഓൺലൈൻ ക്ലാസുകൾ കുറയ്ക്കുന്നു. അതിലുപരി കുട്ടികളുടെ കൂടിച്ചേരൽ, സമഭാവന, സഹകരണ മനോഭാവം എന്നിവയൊക്കെ വളർത്തിയെടുക്കൽ വിദ്യാലയ അങ്കണത്തിലെ സ്വാഭാവികതകളാണ്. ഈ മഹാമാരിയെ അതിജീവിച്ച് വിദ്യാലയ മുറ്റങ്ങൾ വീണ്ടും മഴവില്ലുകൾ വിരിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, Minto. Music gives a soul to universe, wings to minds, flight to imagination, and life to everything. Here comes Joanna, Amala, and Arya to refresh your minds. പൊട്ടുതെന്നൽ മെല്ലെ തൊട്ടൊരുമ്മിപ്പോകെ പൊട്ടണിഞ്ഞു നിൽക്കും മുട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂങ്ങി സ്നേഹം നോക്കുന്നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ
ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വിണ്ണിൽ പോകും മേഘത്തെല്ലാം പൊഴിയാതെ ഏ ഏ ഏ പൊന്നിൻ കണിക്കുന്ന അടിമൂടി പൂത്തുരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാളിവളെ കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷി തൊടാമിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ
Steve Jobs was born on February 24, 1955 in San Francisco. He was adopted by Paul and Clara, and they together moved to Mountain Valleys, California. In 1968, he started to work at a spare parts store, and in 1970, he meets Steve Wozniak, who later became the co-founder of Apple. In 1972, he finished his high school and made a sketch of FPP gameplays. In 1977, January 3, they co-founded Apple, and they made the first computer with Wozniak and Ronald Wayne, and they sold their first product, Apple I. In June 5, 1977, they released Apple II. In 1980, December 12, Apple goes to public, and Jobs' net worth reached $200 million. In 1984, January 4, Macintosh was released. In 1996, December 10, they tie up with the animation company Pixar, and Steve Jobs became the CEO of Apple Corporation. 1997 to 2006 saw a surge of release of Apple products and starting of Apple stores. In 2007, January 9, the evolution of mobile industry begins, and iPhone is released. In 2010, January 27, they recorded the selling of Apple products. And in 2011, January 17, he undergoes a liver transplantation. At last, in 2011, October 5, death of Steve Jobs at California because of pancreatic cancer. His last words was, "Oh wow," and Apple Corporation is making wonders now and then. Now, I invite our beloved Vice Principal, Father Augustine Pidigamala SJ, for enlightening our minds with valuable words.
Dear students, let me ask you a question. Do you all have a purpose in life? Purpose brings passion. If you have a purpose, you will follow it with passion and perseverance. Difficulties due to Corona and the difficulties in the online classes, internet, range problem, etc. won't affect them. All of us are put on this planet for a purpose. We are part of a big picture, but very few people discover their purpose in life. So, dear friends, discover your purpose in life and be successful. Thank you. Have a nice day. God bless you all. Thank you, Father. Now I invite our beloved class teacher P.B. Suresh Babu sir for the vote of thanks. Good morning to all. Let me use this opportunity to extend sincere thanks to Father Augustine Pedigamale SJ, who gave a beautiful message. He also synchronized all these events in proper manner. I also extend sincere thanks to all our students who participated in the assembly program. Thanks to one and all. Thank you, sir. I welcome Akshya B. Nair for the school anthem. Look, behold, the far-off hills, I do see my guiding light, shining the east it fills, drawing me into radiance bright. Sing along, the children of AKJM loudly proclaim, have you done all your virtues tinge of them, add on the MMS stay done. As I hear the echo string from high peaks to valleys low, let my heart her motto sing, let me on your kindly blow. If I love, it's by doing, leaders' role is always serving, richness be their bounty sharing, goal of the feast is my striving. As I growing, take care, all load should I share, to be a man is to dare, to love, to strive is my prayer. Lord, behold the far-off hills, I do see my